العظيم. الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وأصحابه الموفين عهد الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من صلى علي صلاة واحدة صلى الله عليه بها 10. قال رسول الله: يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ബഹുമാനമുള്ള സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹ്ദൽ, മറ്റ് സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, സ്നേഹിതന്മാരെ, പരിശുദ്ധ റമളാനിന്റെ 29-ാം രാവ് ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് നരകത്തിന് അവകാശികളായ മുഅ്മിനീങ്ങളെ തന്നെ എത്രയോ ആയിരം എഴുത്തുക്ക് ചൊല്ലി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രി. അല്ലാഹുവിന്റെ മലായിക്കത്തിനെ വിളിച്ചിട്ട്, മലക്കുകളെ, എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന് എല്ലാ സുഖങ്ങളും വർജിച്ച് നോമ്പനുഷ്ഠിച്ച ജനങ്ങൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, നിങ്ങളതിന് സാക്ഷിയാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അറിയിക്കുന്ന സന്ദർഭം. കൂട്ടത്തിൽ ഖത്മുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി സൂറത്തുൻ നാസ് വരെ 30 ജുസ് തറാവീഹ് നിസ്കാരത്തിൽ പാരായണം ചെയ്ത് അതവസാനിപ്പിച്ച, അതിനോട് ബന്ധപ്പെട്ട ഒരു സദസ്സ്. ഇത് വളരെ മഹത്വമുള്ള സദസ്സാണ്. അതുകൊണ്ട് അല്പം വൈകിപ്പോയാലും നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന നന്മ ഓർത്ത് വളരെ സന്തുഷ്ടരാവണം, ക്ഷമിക്കണം എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഖുർആൻ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓത്ത് കേട്ട് അത് മറന്നുപോകാതിരിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് കൊണ്ട് ആവർത്തിച്ച് പാരായണം ചെയ്തു. ഉസ്താദിൽ നിന്ന് കേൾക്കുന്ന ശിഷ്യൻ അത് മറന്നുപോകാതിരിക്കാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാൻ തുടങ്ങി. അള്ളാഹു പറയുന്നു, ഉടനെ ആയത്തിറക്കുന്നു, നബിയെ തങ്ങൾ അങ്ങനെ ഒരു സാധാരണ ശിഷ്യൻ അല്ല. അതുകൊണ്ട് തങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ മനഃപ്പാഠമാക്കാൻ വേണ്ടി ഓതിപ്പഠിക്കേണ്ട ആവശ്യമില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഖുർആൻ വേഗത്തിൽ മറന്നുപോകുമോ എന്ന് ഭയപ്പെട്ട് അത് ഹൃദിത്തമാക്കാൻ വേണ്ടി തങ്ങൾ നാവ് അനക്കേണ്ട ആവശ്യം ഇല്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന. ആ പരിശുദ്ധ ഖുർആൻ അങ്ങയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടി സ്ഥിരപ്പെടുത്തി തരാനും അത് ആവശ്യം വരുന്ന സമയത്ത് ഓതാനുള്ള കഴിവ് തരാനും അല്ലാഹു തആല ഏറ്റിട്ടുണ്ട്. ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. ആ ഖുർആൻ നാം അങ്ങക്ക് ഓതി തന്നാൽ അതുപോലെ അവിടുന്ന് ഓതിക്കൊള്ളുക എന്ന പ്രഖ്യാപനം വന്നു. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടതനുസരിച്ച് അവിടെ നിന്ന് പാരായണം ചെയ്തു. അതാവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്യൽ അനിവാര്യമാണ്, സുന്നത്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റമളാൻ മാസം വന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും. എന്നിട്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ജിബ്രീൽ അലൈഹിസ്സലാം പാരായണം ചെയ്യുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അത് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കാന ജിബ്രീൽ യുദാരിസുൽ ഖുർആൻ. ഖുർആനിന്റെ മുദാറസത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിക്കൽ ഉണ്ടായി. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, മുഖ്യമായതാണ്. ലികുല്ലി ഹർഫിൻ അശ്റു ഹസന. എല്ലാ ഓരോ ഹർഫിനും 10 പ്രതിഫലമുണ്ട്. ഖുർആന്റെ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം. ഒരക്ഷരം എന്ന് പറഞ്ഞാൽ അവിടെ ഒരക്ഷരത്തിന്റെ പേര് പറയുമ്പോൾ 3 അക്ഷരം വന്ന് ആ ഓരോന്നിനും 10. ഉദാഹരണം അലിഫ് എന്ന് ഒരു അക്ഷരത്തിന്റെ പേരാണ് നാം പറയുന്നത്. പക്ഷേ അവിടെ ആ ലി ഫ് ഇങ്ങനെ 3 അക്ഷരം ഉച്ചരിക്കുമ്പോൾ ആ ഓരോ അക്ഷരത്തിനും 10 വീതം. അങ്ങനെ അലിഫ് എന്ന് പറയുമ്പോഴേക്ക് 30 ഗുണം. അലിഫ് ലാം മീം എന്ന് ഉച്ചരിച്ചാൽ 90 ഹസനത്ത്, 90 ഗുണം. ഇത് ഒരു സാധാരണ ഒതുമില്ലാതെ നടത്തത്തിലൊക്കെ ഓതിയാലുള്ള കൂലിയാണ്. ഓതെടുത്തിട്ട് ഓതിയാൽ പിന്നെയും കൂലി. മുസ്ഹഫിൽ നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ കൂലി. പള്ളിയിൽ വെച്ച് ഓതിയാൽ അതിലും കൂലി. നിസ്കാരത്തിൽ ഓതിയാൽ അതിനേക്കാളും കൂലി. അത് റമളാനിലായാലോ എല്ലാ വലിയ കൂലിന്റെയും 70 ഇരട്ടി കൂലി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും ഖുർആൻ ഖതം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ
ഇമാം ഷാഫി എല്ലാ ദിവസവും ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർക്കും. രാത്രിയും പകലും കൂടി ഒരു പ്രാവശ്യം ഖുർആൻ 30 ജുസും ഓതി തീർക്കുമായിരിക്കും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. റമദാൻ മാസം വന്നാൽ രാത്രി ഒരു പ്രാവശ്യവും ഖത്ം തീർക്കും, പകൽ ഒരു പ്രാവശ്യവും ഖത്ം തീർക്കും. അങ്ങനെ 2 പ്രാവശ്യം ഖുർആൻ ഖത്ം ചെയ്തിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. പക്ഷേ അത് അവിടുത്തെ കറാമത്താണ്. ആ കറാമത്ത് നമ്മളെ കൊണ്ട് കഴിയൂല. ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം കാര്യം ചെയ്യാൻ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് ആണ്. അംബിയാഇന്റെ മുഅ്ജിസത്തും ഉണ്ടാകും. 7 ആകാശം വിട്ടുകടന്നു അർശും കുർസും ലൗഹും ഖലമും എല്ലാം വിട്ടുകടന്നിട്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങളുള്ള മിഅ്റാജ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായത് ഒരു രാത്രിയിൽ നിന്നുള്ള അല്പസമയമാണ്. അത് 1000 കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ദൂരം അവിടെയൊക്കെ പോയി വന്നിട്ട് സംഭവിച്ചു. അത് മുഅ്ജിസത്താണ്. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇവിടെ അല്ലാഹു തആല പല അടയാളങ്ങളും പഠിപ്പിച്ചു തന്നിട്ടും ഉണ്ട്. മഹാനായ ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുഹ്യിദ്ദീൻ മാലയിൽ പറഞ്ഞു, ഒരു കാമിൽ നിന്നിട്ടൊരു ഖത്ം തീർത്തോവർ. ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് കാലെടുത്ത് വെക്കുന്ന സമയം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖത്ം തീർത്തു എന്ന് മുഹ്യിദ്ദീൻ മാലയിൽ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ അപ്പുറമല്ല, അള്ളാഹുവിന്റെ അതിന് കഴിവുണ്ട് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി ആവർത്തിച്ച് ഒന്നുകൂടി കേൾക്കണം, അല്ലെങ്കിൽ ഇവിടെ വരാത്തവർക്ക് കേൾപ്പിക്കണം എന്ന നല്ല ഉദ്ദേശത്തിൽ കാസറ്റ് ചെയ്യുന്നവരുമുണ്ട്. എന്തെങ്കിലും വല്ല അബദ്ധങ്ങളും പറഞ്ഞു കിട്ടിയാൽ അത് ഏറ്റവും നന്നായിരുന്നു എന്ന് കരുതി അങ്ങനെ കാസറ്റ് ചെയ്യുന്നവരുമുണ്ടാകും. ഏതായാലും ശരി, ഈ കാസറ്റ് ചെയ്യുന്ന സാധനം ഞാൻ ഇവിടുന്ന് 3 മണിക്കൂർ പ്രസംഗിച്ചാൽ ആ കാസറ്റിന്റെ ഫിലിം ഇങ്ങനെ 3 മണിക്കൂർ കറങ്ങിക്കൊണ്ടേയിരുന്ന് ഒരു കാസറ്റിൽ പിടിച്ച് അത് ഗൾഫിലോട്ട് കൊണ്ടുപോയി ഒരു യന്ത്രത്തിൽ വെച്ച് ബട്ടൺ അമർത്തിയാൽ 3 മിനിറ്റ് കൊണ്ട് ഡിം ഒരൊറ്റ തിരിയൽ തിണ്ടും മറ്റൊരു കാസറ്റിലേക്ക് പകർന്നു. ഇവിടെ 3 മണിക്കൂർ കൊണ്ട്, അവിടെ 3 മിനിറ്റ് കൊണ്ട്. രണ്ടാമത്തെ കാസറ്റിൽ ശബ്ദത്തിന് വ്യത്യാസമില്ല, അക്ഷരം വിട്ടുപോയിട്ടില്ല, എല്ലാം ഉണ്ട്. ഇത് ഈ കാസറ്റിന്റെ കഴിവല്ല, ഇരുമ്പിന്റെ കഴിവല്ല, കരണ്ടിന്റെ കഴിവല്ല, ഫിലിമിന്റെ കഴിവല്ല, സർവശക്തനായ അല്ലാഹുവിന്റെ കഴിവാണ് എന്ന് വിശ്വസിക്കുന്നവനാണല്ലോ മുസ്ലിം. അപ്പോ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയധികം സമയം ചെയ്യുന്ന കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് അനുഭവത്തിലൂടെ പഠിക്കാനുള്ളവർക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഞാൻ പരത്തി പറയുന്നില്ല, പറഞ്ഞാൽ സമയം വളരെ വൈകിപ്പോവും. അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റമളാനിൽ ദർസ് നടത്തും, വഅദ് പറയും, നിസ്കരിക്കും, തറാവീഹ് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ രാത്രി ഒരു പ്രാവശ്യം ഖുർആൻ ഓതും, പകൽ ഒരു പ്രാവശ്യവും ഖുർആൻ ഖത്ം ചെയ്യും. ഓതല്ല, ഖത്ം, ഖുർആൻ പൂർണ്ണമായി ഓതും. അപ്പോ അങ്ങനെ ഖുർആൻ ഓതുക, അത് ഖത്ം ചെയ്യുക, ഇതെല്ലാം വളരെ പുണ്യമായ അമലാണ്. പുണ്യം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി
മറ്റ് മനുഷ്യരുമായി വേർതിരിയുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, കാമവികാരം പൂർത്തീകരിക്കുക, അങ്ങനെ തുടങ്ങി മിക്ക കാര്യങ്ങളും സത്യവിശ്വാസി അല്ലാത്ത മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ സത്യവിശ്വാസിക്ക് ഇതിലെല്ലാം ഒരു നിബന്ധനയുണ്ട്, അതിരുവരമ്പുകളുണ്ട് എന്ന് മാത്രം. എന്നാൽ സത്യവിശ്വാസിയും അല്ലാത്തവനും വേർതിരിയുന്ന അതിമഹത്തായ ഒരു സംഭവം സത്യവിശ്വാസിയുടെ ഹൃദയം, ഖൽബ് അത് ശുദ്ധിയായിരിക്കണം, അത് പ്രകാശിക്കണം. ഈമാൻ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും ഖൽബ് പ്രകാശിക്കണം, ഹൃദയം പ്രകാശിക്കണം. അത് സത്യവിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് ഇല്ല. അതുകൊണ്ട് ഹൃദയത്തിന്റെ വിശ്വാസം, ഹൃദയത്തിന്റെ വെളിച്ചം, ഹൃദയത്തിന്റെ പ്രകാശം ഇത് ഉണ്ടോ അവൻ സത്യവിശ്വാസി, അതില്ലാത്തവൻ സത്യനിഷേധി. അപ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടാവാൻ എന്തെല്ലാം വേണം? അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചൈതന്യമാക്കി തരണം. ഞങ്ങളുടെ ഹൃദയത്തിന് ചൈതന്യമുണ്ടാക്കാനുള്ള കാരണമാക്കി പരിശുദ്ധ ഖുർആനെ നീ ആക്കി തരണം. ഖുർആൻ പാരായണം ചെയ്യുന്നത് വഴി, ഖുർആനിൽ ചിന്തിക്കുന്നത് വഴി, ഖുർആനെ ബഹുമാനിക്കുന്നത് വഴി, ഖുർആനെ ആദരിക്കുന്നത് വഴി എല്ലാ വിധേനയും ആ പരിശുദ്ധ ഖുർആനിന്റെ കാരണമായി ഞങ്ങളുടെ ഹൃദയത്തിന് ചൈതന്യം നൽകണം, പ്രകാശം നൽകണം, വെളിച്ചം നൽകണം അല്ലാഹുവേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, സുഹൃത്തുക്കളോട്, സത്യവിശ്വാസികളോട് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ റമളാനിന്റെ അവസാന ഘട്ടം വന്ന ഈ രാത്രി ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നാം നമ്മുടെ ഖൽബിന് വെളിച്ചമുള്ളവരായി തീരണം, ഹൃദയത്തിന് പ്രകാശമുള്ളവരാവണം. ഹൃദയം കറുത്തുപോകരുത്. ഹൃദയം എന്ന് പറയുന്നത് വെളിച്ചമുള്ളതുമാകും കറുത്തതുമാകും. കുഫ്ർ, ശിർക്ക്, കുഫ്രിയത്ത്, ശിർക്ക് ഇത് ഏറ്റവും വലിയ കറുപ്പുള്ള സാധനം. ആ സാധനമുള്ള ഹൃദയത്തിൽ വെളിച്ചം ഇല്ല. എന്നാൽ ഒരാളെ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവന് കുഫ്രിയത്തും ശിർക്കും ഇല്ല. പിന്നെ കുഫ്റും ശിർക്കും ഇല്ലാത്ത ഈ ഹൃദയത്തെ കറുപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കറുപ്പ്, ഏറ്റവും വലിയ കടുത്ത കറുപ്പ് അത് ബിദ്അത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരായ ബിദ്അത്തിന്റെ ആശയം അത് വന്നാൽ
അവന്റെ കൽബ് കറുത്തുപോയി. പിന്നെ അവന്റെ കൽബിൽ മഅരിഫത്തില്ല, കൽബിൽ വെളിച്ചമില്ല. കൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യവും ശരിയാവുകയില്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ ഹത്താ യർതദിഅ. ബിദ്അത്തുകാരന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്താണത്? ബിദ്അത്തുകാരൻ ചെയ്യുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന് നിയ്യത്ത് വേണം. നിയ്യത്ത് ചെയ്യണമെങ്കിൽ കൽബ് വേണം, കൽബിന് വെളിച്ചം വേണം. ബിദ്അത്തുകാരന്റെ കൽബിന് വെളിച്ചമില്ല, അതുകൊണ്ട് അവന്റെ നിയ്യത്ത് ശരിയല്ല. ആകയാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, ബിദ്അത്തുകാരന്റെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല, ബിദ്അത്തുകാരന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല, ബിദ്അത്തുകാരന്റെ സദഖ സ്വീകരിക്കപ്പെടുകയില്ല, ബിദ്അത്തുകാരന്റെ ഓരോ സൽക്കർമ്മവും സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ ഒരു വ്യക്തിയുടെയും ഒരു അമലും ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ യർതദിഅ. അവൻ അതിൽ നിന്ന് പൂർണ്ണമായി മടങ്ങുന്നത് വരെ, വിരമിക്കുന്നത് വരെ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോ ഒന്നാമതായി നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ബിദ്അത്തിൽ നിന്നാണ്. ബിദ്അത്ത് അത് ചെറിയ സാധനമല്ല. സുന്നത്ത് ജമാഅത്തിന് എതിരായ നേരിയ ഒരു വിശ്വാസം അവന്റെ കൽബിൽ വന്നുപോയോ, കൽബ് കറുത്തുപോയി. പിന്നെ അവൻ എത്ര നിസ്കരിച്ചിട്ടും, നേരം വെളുക്കുന്നത് വരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടും പ്രയോജനം ഇല്ല. അവന്റെ ഈ ഇബാദത്ത് ആപിക്കടലിലേക്ക് വലിച്ചെറിയാനല്ലാതെ, ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാനല്ലാതെ ഒരിക്കലും സാധ്യമല്ല, അനുയോജ്യമല്ല. അതുകൊണ്ട് എന്റെ കരളിന്റെ കെട്ടകളായ യുവാക്കളോട്, ഏറ്റവും സുഹൃത്തുക്കളോട് പ്രത്യേകമായി ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, പരിശുദ്ധ റമളാനിന്റെ അവസാന ഘട്ടത്തിൽ സാധുവായ ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളും ഞാനും ബിദ്അത്തിനെ വളരെയധികം സൂക്ഷിക്കണം. ബിദ്അത്തിൽ പെട്ടുപോകരുത്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക. ഇത് കൽബ് വെളിച്ചം കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. രണ്ടാമതായി നമ്മുടെ കൽബിനെ നാം സൂക്ഷിക്കണം, കിബിറിൽ നിന്ന് സൂക്ഷിക്കണം. അഹങ്കാരം, അഹങ്കാരം പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൽ വല്ല വഴിയുണ്ടോ? നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ ഒരു വഴിയുമില്ല. സാധുവായ ഞാൻ ഇവിടെ സംസാരിക്കുന്നു, നിങ്ങളൊക്കെ വന്ന് കൂടി എത്രയോ ബുദ്ധിമുട്ടി വന്ന് കൂടി സംസാരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ട് ഞാൻ പൊന്തിപ്പോയാൽ പറ്റൂല. കാരണം അല്ലാഹു തആല നിങ്ങളെ കൽബിൽ ഇട്ട് തരിക, എഴുന്നേറ്റ് പോണോന്ന്. എന്നാൽ ഞാൻ എത്ര വലിയ തീപ്പൊരി പ്രസംഗം ചെയ്താലും നിങ്ങളെ ഇവിടെ ഇരുത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഒരക്ഷരം എന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ അല്ലാഹു തന്നിട്ടില്ലെങ്കിൽ സാധ്യമല്ല. എന്നെ കൈ അനക്കാൻ സാധ്യമല്ല, നാവനക്കാൻ സാധ്യമല്ല, കണ്ണു തുറക്കാൻ സാധ്യമല്ല, അടക്കാൻ സാധ്യമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ, അല്ലാഹുവിന്റെ സഹായം കൂടാതെ, അവൻ തരുന്ന ശക്തി കൂടാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ
അർഹമുർ-റഹീമായ അല്ലാഹു സാധുവായ എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് തന്നു, എന്റെ പ്രസംഗം കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് തന്നു. നമ്മളും നിങ്ങളും തമ്മിൽ മാനസികമായ ബന്ധമുണ്ടായി, ഈമാനിന്റെ ബന്ധമുണ്ടായി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറ്റിക്കൂല, ഞാൻ നിങ്ങളെ ചതിക്കൂല, ഞാൻ നിങ്ങളോട് സത്യമാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുകയില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന മാർഗം അതല്ലാതെ ഞാൻ പറയൂല എന്ന ഒരു വിശ്വാസം നിങ്ങളെ ഖൽബിൽ അല്ലാഹു തആല ഇട്ടു തന്നു. ഇത് അല്ലാഹു തന്നതാണ് സഹോദരന്മാരെ. അപ്പോൾ എനിക്കിവിടെ അഹങ്കരിക്കാൻ വഴിയില്ല, നിങ്ങൾക്ക് അഹങ്കരിക്കാൻ വഴിയില്ല, അതുപോലെ അസൂയ വെക്കാൻ വഴിയില്ല. അസൂയ അല്ലാഹു തആല ഒരാൾക്ക് വലിയ സ്ഥാനം കൊടുത്തു. അതിന് നമ്മൾ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് അങ്ങനെ എത്താൻ കഴിയൂല. അല്ലാഹു തആല ഒരാളെ പണക്കാരനാക്കി, അവൻ ബാക്കിയുള്ളവരിങ്ങനെ അസൂയ വെച്ചിട്ട് ആ അസൂയക്കാരന്റെ ഹൃദയം ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞു പോകാന്നല്ലാതെ മറ്റവർ വല്ല ദോഷവും പറ്റും. അല്ലാഹു ഒരാളെ വലിയ ഭരണാധികാരിയാക്കി, മറ്റുള്ളവർ അസൂയ വെച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു ഒരാളെ പണ്ഡിതനാക്കി, കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹ്ദൽ തങ്ങള്, അതുപോലെ നമ്മുടെ സയ്യിദന്മാർ, അവരെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബ പരമ്പരയിൽപ്പെടുത്തി, അഹ്ലു ബൈത്തിൽപ്പെടുത്തി. അതിന് ഞാനും മറ്റാളുകളും അസൂയ വെച്ചിട്ട് കാര്യമുണ്ടോ? നമുക്കങ്ങനെ ആവാൻ കഴിയോ? ഇല്ല. മറിച്ച് നമ്മൾ അവരെ കാൽപ്പാട് പിന്തുടർന്ന്, അവരെ പ്രിയം വെച്ച്, അവരോട് സഹവസിച്ച്, അവരോട് മഹബത്ത് വെച്ച് ജീവിച്ചാൽ നമുക്കും സ്വർഗത്തിൽ പോകാൻ കഴിയും എന്നല്ലാതെ നമ്മൾ അസൂയ വെച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ? ഇവിടെ നടക്കുന്ന എല്ലാ ഫിത്നയും എല്ലാ ഫസാദും അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ്. അസൂയ തന്നെ, അസൂയ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കത് പറഞ്ഞു പോവാണ്. എന്തെല്ലാണ് പറയുന്നത്? പണ്ട് എന്റെ നാട്ടിൽ മരക്കാർ ഹജ്ജ് എന്ന് പറഞ്ഞ ഒരാളുടെ, അയാളെ പുരക്ക് തീപ്പറ്റി, വലിയ തേങ്ങാക്കൂടുള്ള ഒര തീ പിടിച്ച് തേങ്ങാക്കൂടൊക്കെ കത്തി തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കുറെ ആളുകളൊക്കെ വന്നിട്ട് കെടുത്തി. അതിന് ശേഷം മൂപ്പര് പറഞ്ഞ്, എന്നോട് ഒരിക്കൽ പറഞ്ഞു, എന്റെ പുര തീ കത്തിയപ്പോ ഇവിടെ വന്ന ആളുകളെ ഞാൻ 3 തരത്തിലാണ് കണ്ടത്. ഒന്ന് പുര കെടുത്താൻ വന്നവര്, രണ്ടാമത്തവര് ഈ ചുട്ട കൊപ്പരക്ക് നല്ല രസാ അത് തിന്നാൻ വന്നവര്, പിന്നെ മൂന്നാമത്തതാരാ? മൂന്നാമത്തത് പ്രയാസമില്ലാണ്ട് വീടിക്കുറ്റി കത്തിക്കുന്നവര്, ഈ തീയും വന്ന്. ഇങ്ങനെ 3 കൂട്ടരെയാണ് ഞാൻ കണ്ടത്. ഇത് എന്നോട് നേരിട്ട് പറഞ്ഞതായാണ്. അതുപോലെ ഇവിടെ ചില മനുഷ്യന്മാർ എന്തെല്ലാം ലോകത്ത് നടക്കും, ലോകത്ത് എന്തെല്ലാം നടക്കും ദുനിയാവില്. അത് നടക്കുമ്പോ അക്കൂട്ടത്തില് വീടിക്കുറ്റി കത്തിക്കുന്നവര്, കൊപ്പര തിന്നുന്നവര്, അതിന്റെ ഒക്കെ പുറമെ വേറെ ഒരു കൂട്ടരും കൂടി. അതേതാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടാൻ വേണ്ടി നമ്രൂദ് എന്ന ദുഷ്ടൻ എത്രയോ വലിയ തീക്കുണ്ടാരം ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഇബ്രാഹിം നബിനെ കത്തിക്കുന്ന തീയിലേക്ക് 1 കെട്ട് വിറക് എന്റെ മകൻ നേർച്ച, 2 കെട്ട് വിറക് എന്റെ മകൻ നേർച്ച, ഇങ്ങനെ പറഞ്ഞിട്ട് വിറക് നേർച്ചയാക്കുന്നവരും. അപ്പൊ ഈ പല്ലി എന്ന് പറയുന്ന, ഗൗളി എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ഇവരെ കൊണ്ട് വിറക് നേർച്ചയാക്കാനും ആവൂല, ഒന്നും ആവൂല. അപ്പൊ അതിനു വേണ്ടി തീയിന്റെ അടുത്തൊക്കെ പോയാലോ കഴിഞ്ഞും പോവും. അപ്പൊ അതിന് എത്രയോ ദൂരെ പോയി ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഊതല്, അങ്ങനെ ഊതിക്കൊടുക്കുന്ന ഒരു കൂട്ടര് തീയൊന്ന് കത്തിച്ചിട്ട് ഊതിക്കെടുക്കാൻ. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സത്യവിശ്വാസികൾക്ക് ഇതിലൊക്കെ പറ്റുമോ? സത്യവിശ്വാസികൾക്ക് ഇതൊന്നും പാടില്ല. സത്യവിശ്വാസികൾ അതോ എന്താണ് അങ്ങനെ സംഭവിച്ചുകൂടായികയില്ലല്ലോ, അത് സംഭവിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട്
സംസാരിച്ച സമയത്ത് അല്ലാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങൾക്കിത് കേട്ട സമയത്ത് അതങ്ങനെ ഉണ്ടാവുകയില്ല, അത് ബുഹ്താനുൻ അദീമാണ്, കള്ളത്തരമാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹു പിന്നെയും പറയുന്നു, അങ്ങനെയൊക്കെ നിങ്ങളോട് വിവരക്കുറവ് കൊണ്ട് ആരെങ്കിലും വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അല്ലാഹു നിങ്ങളോട് പറയുന്നത് അല്ലാഹു നിങ്ങളോട് ഉപദേശിച്ചു തരുന്നു, അല്ലാഹു നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരുന്നു. എന്ത്? അൻതഊദു, ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങാൻ പാടില്ല. അൻതഊദു ലിമിസ്ലി, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇനിമേൽ നിങ്ങൾ മടങ്ങാൻ പാടില്ല. അബദൻ, ഒരിക്കലും മടങ്ങാൻ പാടില്ല. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരെങ്കിലും ഒരു ആരോപണം പറയുമ്പോൾ അത് ശരി തന്നെയാണ്, അതങ്ങനെയാണെന്ന് പറയാൻ നിങ്ങളെ കണ്ണുകൊണ്ട് കാണാത്ത കാലത്തോളം, നിങ്ങൾക്ക് 4 സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടാത്ത കാലത്തോളം, നിങ്ങളെ കണ്ണുകൊണ്ട് കാണാത്ത കാലത്തോളം നിങ്ങൾ പറയാൻ പാടില്ലെന്ന് അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഹുസൈൻ കാമിൽ മീഡിയ. സഹോദരന്മാർ, അതുകൊണ്ട് നമ്മളെ കൽബ് ശുദ്ധിയാവണം, നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം. അസൂയ കൊണ്ട് മുഴുവനും മറന്നുപോകരുത്. ഇന്ന് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ വളർച്ചയിൽ അസൂയ കൊണ്ട ചിലരുണ്ട്. എന്താണ് ചെയ്യുക? മർക്കസിനോടുള്ള അസൂയ. സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഇറക്കി വെച്ച് പറയട്ടെ. നിങ്ങളിൽ പലരും മർക്കസിന്റെ സമ്മേളനത്തിന് വന്നവരാണ്. ആ മർക്കസിന്റെ യോഗത്തിൽ ആരായിരുന്നു അധ്യക്ഷൻ? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ അൽ തങ്ങൾ തന്നെ. അവിടെ ഉദ്ഘാടനം ചെയ്തത് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ തന്നെ. അവിടെ പ്രസംഗിച്ചത് സാധുവായ ഞാൻ തന്നെ. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന, ഞങ്ങളൊക്കെ അധ്യക്ഷം വഹിക്കുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന മറ്റനേകം സദസ്സുകളുണ്ടല്ലോ, അവിടെയൊന്നും വരാത്ത അത്ര മർക്കസിന്റെ സമ്മേളനത്തിൽ എന്തുകൊണ്ട് ആളുകൾ വന്നു? ദിക്ർ ഹൽക്കന്റെ ദിവസം റോഡ് ബ്ലോക്കായ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇക്കൊല്ലം അതുണ്ടായി. കഴിഞ്ഞ വർഷം സമ്മേളനത്തിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി സ്ഥലം ഞങ്ങൾ ഏർപ്പെടുത്തി. വില കൊടുത്ത് വാങ്ങിയിട്ടും കൂലിക്ക് വാങ്ങിയിട്ടും പലതരക്കും സ്ഥലം ഏർപ്പെടുത്തി. അതൊക്കെ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും നിറഞ്ഞിട്ട് 10-12 കിലോമീറ്റർ അകലെ വെള്ളിമാട് കുന്നുവരെ, അങ്ങകലെ താമരശ്ശേരി ഭാഗത്ത് 10-ാം മൈൽസിന്റെ അപ്പുറം വരെയും, കുന്നമംഗലം റോട്ടിലും മുക്കം റോട്ടിലും മെഡിക്കൽ കോളേജ് റോട്ടിലും എല്ലാം ജനങ്ങളും നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയത് എന്തുകൊണ്ട്? അത് ആ മഹത്തായ സ്ഥാപനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചെയ്യുന്ന ഗുണം മതഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസം നൽകി, ആത്മീയ ചൈതന്യം നൽകി, വളർത്തിയെടുക്കുന്നു. മാത്രമല്ല മറ്റ് സമുദായങ്ങൾക്കും പഠിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം, മതമൈത്രി അതിന് പ്രത്യേക കാരണമായിത്തീരുന്നു. ഈ കാരണം കൊണ്ടല്ലേ അവിടെ ലക്ഷങ്ങൾ തടിച്ചുകൂടിയത്? ഇത് കാണുമ്പോൾ അസൂയ വെക്കുന്നു. സാധാരണ പാവങ്ങളെ പറ്റി നമുക്ക് അത്ഭുതപ്പെടാനില്ല. പണ്ഡിതന്മാരെന്ന് പറയുന്ന ചില ആളുകൾ അസൂയ കൊണ്ട് എന്തൊക്കെയോ വിളമ്പുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. 1 കോടി കൊടുത്തു. ഇപ്പോഴും ആ പഴയ പല്ലവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നാളെ പത്രക്കാരൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ 1 കോടി കൊടുത്തിട്ട് ഒരു കാലത്ത്
എന്തോ സംഭവം അടക്കിയെങ്കിൽ ഇപ്പൊ രണ്ടാമത് വെളിച്ചത്തൊന്ന് ഇതിന് 2 കോടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവോ എന്ന് ചോദിക്കാം. പക്ഷേ ഞങ്ങളത് ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനത്തുള്ള സംസ്കാരം പറഞ്ഞത് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പത്രക്കാരോട് പറയുകയുണ്ടായി. ഇതെങ്ങനെ ആര് പറഞ്ഞു അവരോട്? കോടിയുടെ വിവരം ആര് പറഞ്ഞു? അവർ കണ്ടോ? അവർ കേട്ടോ? അവരോട് ആരെങ്കിലും പറഞ്ഞോ? വാങ്ങിയവർ പറഞ്ഞോ? കേട്ടവർ പറഞ്ഞോ? കൊടുത്തവർ പറഞ്ഞോ? സാക്ഷികൾ പറഞ്ഞോ? ആരും പറയാതെ മർക്കസിന്റെ പണം വഴിമാറി ചെലവഴിക്കുന്നു എന്നാണ് കണ്ടുപിടിക്കുന്നത്. അത് സത്യവിശ്വാസികൾ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം സത്യവിശ്വാസികൾക്ക് അറിയാം ഇത് വകമാറി ചെലവഴിക്കുന്നത് അല്ല, അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ ചെലവഴിക്കൂല എന്ന് സത്യവിശ്വാസികൾക്കറിയാം. അതിന്റെ വ്യക്തമായ ധാരാളം തെളിവുകളുണ്ട്. നിങ്ങൾ കോഴിക്കോട്ട് വന്നാൽ ഏറ്റവും അധികം ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മർക്കസ് കമേഴ്ഷ്യൽ കോംപ്ലക്സ്, അതിന്റെ 1.25 ഏക്കർ സ്ഥലം 10 കൊല്ലത്തിന് മുമ്പ് വാങ്ങുമ്പോൾ ഏകദേശം സ്ഥലത്തിനും ബിൽഡിങ്ങിനുമായി കോടികൾ ചെലവായിട്ടില്ലേ? ആ ചെലവായ സംഖ്യയിൽ 65 ലക്ഷം ഉറുപ്പിക യുഎഇയിൽ നിന്നും ഒരൊറ്റ മനുഷ്യൻ എന്റെ കയ്യിൽ എടുത്തു തരുന്നു. ഒറ്റ മനുഷ്യൻ. ആ മനുഷ്യൻ അതിന്റെ മുമ്പ് എന്നെ കണ്ടിട്ടില്ല. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണ്, അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്താൻ മറ്റൊരാൾ ടെലിഫോൺ ചെയ്തിട്ടില്ല, മറ്റൊരാൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അള്ളട്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് 65 ലക്ഷം ഉറുപ്പിക എന്റെ സംഖ്യ അവിടെ തരുന്നു. എന്നിട്ട് ആ സംഖ്യ ഇവിടെ കൊണ്ടുവന്ന് കോഴിക്കോട്ട് സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചു. അപ്പോൾ ഡൽഹിയിലേക്ക് തുരുതുരെ കത്ത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിദേശത്തിൽ നിന്ന് കള്ളം പണം കൊണ്ടുവന്ന് മർക്കസിൽ ചെലവഴിക്കുന്നുണ്ട്, സ്വന്തം പേരിൽ എഴുതി വെക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് കത്ത്. ഡൽഹിയിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട 2 വ്യക്തി, ഹോം മിനിസ്ട്രിയിൽ നിന്ന് 2 വ്യക്തികൾ മർക്കസിൽ വന്നു. 10 ദിവസം മർക്കസിൽ താമസിച്ചു. ഓഡിറ്ററെയും ക്ലർക്കിനെയും എഴുത്തുകാരെയും വെച്ച് 10 കൊല്ലത്തെ റെസീറ്റും വൗച്ചറും കണക്കും പരിശോധിച്ചു. 10 കൊല്ലത്തെ പൂർണ്ണമായ കണക്ക് മർക്കസിൽ വന്നു. ഡൽഹിയിലെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ 10 ദിവസം പരിശോധിച്ച് അവസാനം അവർ യതീം കുട്ടികളെ നിർത്തിയിട്ട് പ്രാർത്ഥന ചെയ്യിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ആ പഴയ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ അവരെവിടെയാണ് ദീനിന്റെ പ്രവർത്തനം നടത്തുന്നത്? അവർ ഏത് ദീനിലാണ് പഠിച്ചിട്ടുള്ളത്? എവിടേക്കാണ് ഈ ലോകത്തെ ജനങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് വാസ്തവത്തിൽ ചിന്തിച്ചു പോവുകയാണ്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അത്ഭുതപ്പെടാനില്ല. അവർക്കൊരു പക്ഷേ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അതേ സമയത്ത് ആലിമീങ്ങളാണെന്ന് പറയുന്നവർ, പണ്ഡിതന്മാരാണെന്ന് പറയുന്നവർ, സംഘടനാ പ്രവർത്തകരാണെന്ന് പറയുന്നവർ ഇത്തരം നുണകൾ പറഞ്ഞുകൊണ്ട്, കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായത്തിന്റെ മുമ്പിൽ പത്രങ്ങളിലൂടെ എഴുതി രേഖപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ അവർ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ അവർ ചിന്തിക്കുന്നില്ലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ നമുക്കതിനൊന്നും മറുപടി പറയാനുള്ള സമയമില്ല. ഇവിടെ നമുക്കത്തരം അപശബ്ദങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയമില്ല. നമുക്ക് രാവും പകലും ജോലിയാണ്.
നമ്മുടെ ജോലി എടുക്കണം, നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കണം. അതിന്റെ ഇടക്ക് അതേ കൂട്ടർ എന്നെ പറഞ്ഞു, പത്രത്തിൽ കൂടി എഴുതിയതായിട്ട് കണ്ടു, ആ കാന്തപുരപ്പെടുന്ന് ഒളിച്ചിരിക്കുന്നു റമദാൻ ഒന്നായപ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്, ഞാൻ 10-20 കൊല്ലായി പോകാൻ തുടങ്ങിയിട്ട് യുഎയിലേക്ക് പോകുന്നു. അതുപോലെ കൊല്ലവും പോയി. അവിടുത്തെ സാധാരണ വരുമ്പോലെ ഇപ്പൊ ഇവിടെയും വന്ന് എനിക്ക് ഒളിച്ചിരിക്കാൻ കഴിയോ സഹോദരന്മാരെ? എനിക്കിവിടെ ഇന്ത്യ രാജ്യത്ത് ഒളിക്കാൻ കഴിയോ? ഗൾഫിൽ ഒളിക്കാൻ കഴിയോ? യുഎയിലെ പോലീസിന്റെ ഏറ്റവും വലിയ മേധാവി, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് എല്ലാ കൊല്ലവും നോമ്പ് തുറക്കലുണ്ട്. അദ്ദേഹം സഹായിച്ചിട്ട് നമ്മളിവിടെ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, അവിടെ സ്ഥാപിക്കുന്നുണ്ട് നിയമപരമായിട്ട്. അങ്ങനെ അവരൊക്കെ എന്നെ കാണും. ഞാൻ അവിടെ ചെന്നാൽ അവരൊക്കെ സംസാരിക്കും. എനിക്ക് അവിടെ ഒളിക്കാൻ പറ്റുമോ? ഇപ്പൊ മെനയാന്ന് രാത്രി ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള 27-ാം രാവ് ദുബൈയിൽ പോലീസ് സ്റ്റേഷന്റെ നേരെ മുമ്പിലെ വലിയ സെറൂനി പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചു. അവിടെ റോഡ് ബ്ലോക്കായി പോയി, 2 ഭാഗവും റോഡ് ബ്ലോക്കായി. എപ്പോഴാണ് വായു നിർത്തുന്നത്? രാത്രി 3 മണിക്ക്. തറാവീഹ് ഉടനെ തുടങ്ങുന്ന പരിപാടി രാത്രി 3 മണിക്ക് 3:30 മണിക്ക് അവസാനിക്കുകയാണ്. എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ ഞാൻ എവിടേക്ക് ഒളിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുന്ന മനുഷ്യന്മാരെ ഹാലെന്താ? എനിക്ക് ഇവിടെ ഒളിക്കാൻ കഴിയോ? എനിക്ക് വേറൊരുത്തിൽ ഒളിക്കാൻ കഴിയോ? അല്ലെങ്കിൽ എനിക്ക് അതിന് ഒളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇന്ത്യ രാജ്യത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ആ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ന് അല്ലാഹു തആല തന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന വാക്കുകളിലൊന്നും കുടുങ്ങിപ്പോകാതെ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കുക നമ്മൾ. ഇവിടെ ഒരുപാട് സാധുക്കളുണ്ട്. ആ സാധുക്കൾക്ക് പള്ളികൾ വേണം, മദ്രസകൾ വേണം, പെൺകുട്ടികളെ കെട്ടിക്കണം, വീടുണ്ടാക്കണം. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അതിലെല്ലാറ്റിലും ഉപരി വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമുദായം വളരെ പിന്നോക്കമാണ് ഇപ്പോഴും. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് തൊഴിൽ പഠിപ്പിക്കണം. അതിനൊക്കെ നമ്മളെ ഈ ഊർജം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുക സഹോദരങ്ങളെ. അതിനുവേണ്ടി നമ്മളെ കഴിവ് ചെലവാക്കുക. നമ്മുടെ പ്രസംഗം അതിനുവേണ്ടിയാവട്ടെ, നമ്മുടെ എഴുത്ത് അതിനുവേണ്ടിയാവട്ടെ, നമ്മുടെ പണം അതിനുവേണ്ടിയാവട്ടെ, നമ്മുടെ അധ്വാനം അതിനുവേണ്ടിയാവട്ടെ. അല്ലാത്ത ആവശ്യത്തിനു വേണ്ടി അല്ല. ഇവിടെ ദീനുൽ ഇസ്ലാം വളർന്നിട്ടുള്ളത് എങ്ങനെയാണ് വളർന്നത്? അടിച്ചമർത്തിയിട്ടാണോ ഇസ്ലാം ഇവിടെ വളർന്നത്? അല്ല. അക്രമത്തിലൂടെയാണോ ഇസ്ലാം വളർന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ ചരിത്രം അങ്ങനെ തന്നെ. ഇന്ത്യന്റെ ചരിത്രം എടുത്ത് നോക്ക്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം എങ്ങനെ കടന്നു വന്നു? മഹാന്മാരായ സ്വഹാബത്തിന്റെ വഴിയിലൂടെ വന്നു, മാലിക്കുദ്ദീനാർ തങ്ങളുടെ വഴിയിലൂടെ വന്നു. അവരിൽ നിന്ന് ഇസ്ലാം ഏറ്റെടുത്ത് ഇന്ത്യ രാജ്യത്തു ഇവിടെ പ്രചരിപ്പിച്ചത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി, വലിയുല്ലാഹി നിസാമുദ്ദീൻ ഔലിയ, അതുപോലെ മമ്പുറത്ത് സയ്യിദ് അലവി തങ്ങൾ, മമ്പുറത്ത് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു, അങ്ങനെ തുടങ്ങി സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദ്ഷാ തുടങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളും സാദാത്തുക്കളും സ്വാലിഹീങ്ങളും അവരുടെ ആത്മീയ ചൈതന്യത്തിലൂടെയാണ് ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം പ്രചരിച്ചത്. ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവിയുടെ സദസ്സിലേക്ക്, നിസാമുദ്ദീൻ ഔലിയയുടെ സദസ്സിലേക്ക്, ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ഓരോ ദിവസവും ആയിരങ്ങൾ ഇങ്ങനെ കുതിച്ചോടുകയായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി. അവർക്ക് കാശ് കൊടുത്ത് ഇസ്ലാമാക്കിയതല്ല, അവരെ ഭീഷണിപ്പെടുത്തി ഇസ്ലാമാക്കിയതല്ല, അവരെ ആക്രമിച്ച് ഇസ്ലാമാക്കിയതല്ല, മറിച്ച് ആ മഹത്തുക്കളുടെ ആത്മീയത കൊണ്ട്. അതുപോലെ ഖുതുബുസ്സമാൻ മമ്പുറത്തെ തങ്ങൾ ഇവിടെ വന്നിട്ട് പണം ചെലവഴിച്ച് ഇസ്ലാമാക്കിയതല്ല, അടിച്ചമർത്തി മുസ്ലിംകളെ ചേർത്ത്
ഓതിയതല്ല, അവിടുത്തെ ആത്മീയ ചൈതന്യം, അവിടുത്തെ കറാമത്ത് കണ്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ? തിരൂരങ്ങാടിയിലെ ജുമാഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറത്തെ തങ്ങൾ ജുമാ നിസ്കാരത്തിന് പോയി. ഒരിക്കൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ കൂടി ഒരു റക്അത്ത് നിസ്കരിച്ചു. രണ്ടാമത്തെ റക്അത്തായപ്പോ ഖുതുബുസ്സമാൻ നിസ്കാരത്തിൽ നിന്ന് കൈ കഴിച്ചിട്ട് ഒഴിവായി പോയി. പോകുമ്പോ മൂപ്പര് പറയുന്നു, ജുമാ നിസ്കാരത്തിന്റെ ഇടയിൽ പശുവിനെ കച്ചവടം ചെയ്യുന്നവരെ തുടരാൻ പാടില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി. സഫ് മുറിച്ചു കിടന്നിട്ട് പള്ളിന്റെ ഭൂമുഖത്ത് പോയിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും വരുമ്പോഴും തങ്ങൾ ഇത് തന്നെ പറയുന്നു, ഇവിടുത്തെ ഇന്നത്തെ ഖുതുബ ഓതിയ നിസ്കരിച്ച ഇമാമ് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ പശുവിനെ കച്ചവടം ചെയ്യാണ്, അവനെ തുറന്നു വെക്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഏതാനും ചില ചെറുപ്പക്കാർ ബഹുമാനപ്പെട്ട തങ്ങളെ മുമ്പിൽ വന്ന് ദേഷ്യപ്പെടുകയും തോന്നിവാസം പറയരുതെന്ന് അവര് ആക്രോശിക്കുകയും ചെയ്ത സമയത്ത് അതാ അന്നത്തെ ജുമാഅത്ത് പള്ളിയിൽ ഖുതുബ ഓതിയ ഇമാമായി നിസ്കരിച്ച മഹാൻ, അദ്ദേഹം വലിയ ആള് തന്നെയാണ്, ഖാദിയാണ്, സയ്യിദാണ്, വലിയ മഹാനാണ്. അദ്ദേഹം ഓടിയെത്തി തിരൂരങ്ങാടി ജുമാഅത്ത് പള്ളിന്റെ മുമ്പിലെത്തി. ചെറുപ്പക്കാരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ മുണ്ടിപ്പോകരുത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് സത്യമാണ് കേട്ടോ. ഞാൻ ജുമാ നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് നിന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നുപോയി, ഇന്ന് ജുമാ കഴിഞ്ഞു പോയതിന്റെ ശേഷം നല്ല പാലുള്ള കറുവുള്ള ഒരു പശുവിനെ കൊള്ളാൻ പോകണം എന്ന് എന്റെ കൽബിൽ വന്നത് തന്നെയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. അതാ വഴീതിമാരയിൽ പറഞ്ഞില്ലേ, അതുപോലെ ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി റളിയല്ലാഹു അൻഹു മമ്പുറത്തെ തങ്ങളതാ ഈ ഖാദിയുടെ ഖതീബിന്റെ ഹൃദയത്തിലുള്ള കാര്യം പറഞ്ഞു. അത് ഖാദി നല്ല ആളായതുകൊണ്ട്, നല്ല മുത്തഖിയായ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം അത് തുറന്നു പറയുക മാത്രമല്ല, ഉടനെ തന്നെ തങ്ങളവറുകളെ മുമ്പിലേക്ക് ചെന്ന് മുട്ടുകുത്തി ഇരുന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങള് സാധുവായ എന്റെ കൽബിനെ വെളിച്ചമാക്കി തരണം, എന്റെ കൽബിന് മഅരിഫത്ത് നിറച്ചു തരണം, അതുകൊണ്ട് അങ്ങയുടെ മുരീദായി എന്നെ ബൈഅത്ത് ചെയ്ത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനിന്റെ മുരീദായി ബൈഅത്ത് ചെയ്ത് തിരൂരങ്ങാടിയിലെ ഖാദി, അന്നത്തെ ഖാദി അദ്ദേഹത്തിന്റെ മുരീദായി മാറിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാഴ്ച കണ്ട് എത്രയോ ജനങ്ങളതാ ഇസ്ലാമിലേക്ക് വന്നില്ലേ, എത്രയോ ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നില്ലേ. അവിടെ അടിച്ചമർത്തിയതല്ല. ബഹുമാനപ്പെട്ട അതാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ കുറെ മുരീദുമാരുമായി അജ്മീറിൽ നിന്നൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് അതാ നട്ടുച്ച സമയം, ശക്തമായ വെയിലുകൊണ്ട് സഹിക്കവയ്യാതെ ആയപ്പോൾ അടുത്തുള്ള ഒരു പാർക്ക് കണ്ടു. ഒരു വലിയ പണക്കാരന്റെ വലിയൊരു പറമ്പ് പാർക്ക്, വെയിൽ കൊള്ളാതെ അല്പസമയം വിശ്രമിക്കാനുള്ള ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ച, മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു പാർക്ക് കാണുകയുണ്ടായി. സഹോദരങ്ങളെ, ആ പാർക്കിലേക്ക് അങ്ങോട്ട് കടന്നു. എല്ലാവരും ഓരോ മരത്തിന്റെ ചോട്ട് പോയിട്ട് ഇങ്ങനെ തണൽ കൊള്ളുകയാണ്. ആ സമയത്താണ് പറമ്പിന്റെ ഉടമ കാവൽക്കാരൻ ഓടിയെത്തി. ഓ കൂട്ടരെ, നിങ്ങൾ എങ്ങനെ ഈ പറമ്പ് കടന്നു? ഞാൻ ഇവിടുത്തെ കാവൽക്കാരനാണ്, നിങ്ങൾ എല്ലാവരും പുറത്തു പോകണം, അല്ലെങ്കിൽ എന്റെ യജമാനൻ വന്നാൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖാജാ തങ്ങൾ പറഞ്ഞു, നീ ഭയപ്പെടണ്ട, അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊള്ളുമെന്ന്. സഹോദരങ്ങളെ, ഏതാനും സമയമായപ്പോൾ അതാ തോട്ടത്തിന്റെ ഉടമസ്ഥനായ വലിയ മുതലാളി, വലിയ പണക്കാരൻ,
അദ്ദേഹത്തിന്റെ സൈന്യത്തോടുകൂടി ഈ തോട്ടത്തിലേക്ക് വിശ്രമിക്കാൻ വരുന്നു, പാർക്കിലേക്ക് കടന്നു വരുന്നു. സമയത്ത് ഇവിടെ നിറച്ചും ആളുകളെയാണ് കാണുന്നത്. മുതലാളിക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹം അതാ വാളെടുത്ത് കയ്യിൽ പിടിച്ച് വാൾ മൂരിക്കൊണ്ട് എന്റെ തോട്ടത്തിൽ എന്റെ സമ്മതം കൂടാതെ കടന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കടന്ന സമയത്ത് എല്ലാവരും ഖാജാ തങ്ങളെ കാണിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞാൽ മതി എന്ന്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖാജാ ആ മനുഷ്യന്റെ മുഖത്തേക്ക് അതാ ഒരൊറ്റ നോട്ടമങ്ങ് നോക്കുന്നു. മുഖത്തേക്ക് ഒരൊറ്റ നോട്ടമങ്ങ് നോക്കിയപ്പോൾ ആ വ്യക്തി അതാ ഉടനെ തന്നെ വാള് താഴെ വെച്ചു പോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഖാജാ, ഈ തോട്ടം മുഴുവനും നിങ്ങൾക്ക് ഞാൻ സംഭാവനയായി തന്നിരിക്കുന്നു. എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ, എന്നെ നിങ്ങൾ ഹിദായത്തിലാക്കിയല്ലോ, അതുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഖാജ പറയുന്നു, നിന്റെ തോട്ടം എനിക്ക് വേണ്ട, ഞാൻ അതിന് വന്നതല്ല, നിന്നെ ഹിദായത്താക്കാൻ തന്നെ അള്ളാഹു എന്നെ അയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ അവിടെ നിന്ന് പോകുന്നു. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? ഇസ്ലാം മതം സ്വീകരിച്ചില്ലേ? അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇവിടെ ആരെയും അടിച്ചമർത്തിയിട്ട് ഇസ്ലാമാക്കുന്ന സ്വഭാവമില്ല. ഇവിടെ ഒരാളെയും ആക്രമിച്ചിട്ട് ഇസ്ലാം നിലനിർത്തുന്ന സ്വഭാവമില്ല. പരിശുദ്ധ ദീൻ അത് പഠിപ്പിച്ചിട്ടില്ല. ആ മഹാന്മാരായ ഔലിയാക്കൾ, ആ സൂഫി വര്യന്മാർ, കുതുബുസ്സമാനുകൾ പഠിപ്പിച്ച അതേ പാന്താവ്, അതേ വഴി പിന്തുടരാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് സാധുക്കളായ നമ്മൾ. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ബിദ്അത്ത് നിങ്ങളെ കൽബിൽ കടന്നു പോകരുത്. എന്തെങ്കിലും വാക്കുകൾ അലപലാദികൾ പറയുന്നത് കേട്ടാൽ നിങ്ങളത് വിശ്വസിച്ചു പോകരുത്. നിങ്ങൾ നല്ലത് മാത്രം പറയുക, നല്ലത് വിശ്വസിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. അവസാനമായി ഒറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ. മനുഷ്യന്റെ കൽബ് നന്നാവാൻ, മനുഷ്യന്റെ കൽബിൽ മാരിഫത്ത് കിട്ടാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ അതിപ്രധാനമായ ഒരു വഴിയുണ്ട്. അതെന്താണെന്നറിയുമോ? മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മറ്റേതെങ്കിലും ലഫ്ളുകളെ കൊണ്ട് പറഞ്ഞാൽ, ആ സ്വലാത്ത് ഒറ്റ സ്വലാത്തങ്ങ് ചെല്ലുമ്പോൾ അതിന് പകരമായി 10 സ്വലാത്ത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തരും. പോരാ, അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു. ഓ കൊണ്ടോട്ടിയിലെ റോട്ടിന്റെ മുകളിൽ വന്നിരുന്നാൽ ആയാലും ശരി, ഈ പരസ്യമായ സ്ഥലത്ത് വന്ന് ചെല്ലിയാലും ശരി, രഹസ്യമായ സ്ഥലത്ത് ചെല്ലിയാലും ശരി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന നിങ്ങൾക്ക്, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അല്ലാഹു തആലയും അവന്റെ മലക്കുകളും അതാ കോടാനുകോടി മലക്കുകളും അതാ നിങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കും. ഖാല അല്ലാഹു അസ്സ വജൽ.
അള്ളാഹു പറയുന്നു, അള്ളാഹു നിങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കും. അള്ളാഹുവിന്റെ കോടാനുകോടി മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കും. എന്താണ് ആ സ്വലാത്ത്? അള്ളാഹു നിങ്ങൾക്ക് സ്വലാത്ത് ചെയ്യാൻ, അള്ളാഹുവിന്റെ മലായിക്കത്ത് നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം. അങ്ങനെ നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സ്വലാത്ത് ചെയ്യും. അള്ളാഹുവിന്റെ മലായിക്കത്ത് നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ അതിനാലുണ്ടാകുന്ന ഫലമെന്ത്? ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. എല്ലാ ഇരുട്ടുകളിൽ നിന്നും നിങ്ങളെ അല്ലാഹു തആല ഉറപ്പിടിച്ച് നിങ്ങളെ കൽബിന് വെളിച്ചമുണ്ടാക്കി തരും, നിങ്ങളെ കൽബിന് പ്രകാശമുണ്ടാക്കി തരും, നിങ്ങളെ കൽബിന് നല്ല ഏറ്റവും നല്ല ചൈതന്യമുണ്ടാക്കി തരും. അതുണ്ടാക്കി തരാൻ അല്ലാഹു തആല നിങ്ങൾക്ക് സ്വലാത്ത് ചെയ്യുമ്പോൾ, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയം നന്നായി കിട്ടും, നിങ്ങളെ ഇരുട്ടുകൾ നീങ്ങിക്കിട്ടും. ബിദ്അത്താകുന്ന ഇരുട്ട് നിങ്ങളെ കൽബിൽ വരൂല, കിബ്ർ നിങ്ങളെ കൽബിൽ വരൂല, അസൂയ നിങ്ങളെ കൽബിൽ വരൂല, ലോകമാന്യം നിങ്ങളെ കൽബിൽ വരൂല, മറ്റുള്ളവനോടുള്ള ദുഷ്ടത നിങ്ങളെ കൽബിൽ വരൂല. അങ്ങനെ യാതൊരു ദുർഗുണങ്ങളും വരാതെ നിങ്ങളെ കൽബ് ശുദ്ധിയായി കിട്ടും, നിങ്ങളെ കൽബ് വെളിച്ചമായി കിട്ടും, നിങ്ങളെ കൽബ് നല്ല ചൈതന്യമുള്ളതായി തീരും. അതിന് നിങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഓ സത്യവിശ്വാസികളെ, അല്ലാഹു തആലയും അവന്റെ കോടാനുകോടി മലക്കുകളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക, സലാം ചെല്ലുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരന്മാരോട്, വയസ്സന്മാരോട്, കുട്ടികളോട് എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ, സത്യവിരുദ്ധമായ മാർഗത്തിലേക്ക് പോകാതെ, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോകാതെ, എല്ലാ സമയത്തും നല്ല സ്ഥിരതയോടുകൂടി, നല്ല ഉറപ്പോടുകൂടി, നല്ല നിലക്ക് നിങ്ങൾ ഉറപ്പോടുകൂടി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കണം. സത്യമല്ലാതെ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ലേ, നിന്നെ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും, നിന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും സത്യമല്ലാതെ നീ പറയരുത്, കളവ് നീ ഒരിക്കലും പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 40 കൊല്ലം നുബുവത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ 40 കൊല്ലത്തിലോ നുബുവത്തിന്റെ ശേഷമോ ഒരു കളവ് പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കളവാകാൻ സാധ്യതയുള്ള വാക്ക് പോലും, കളവാണെന്ന് സംശയിക്കപ്പെടാൻ മാർഗമുള്ള വാക്ക് പോലും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും കളവ് പറയാതെ സത്യം മാത്രം പറയുന്നവരായി, സാധുക്കളെ സഹായിക്കുന്നവരായി, അനാഥകളെയും അഗതികളെയും സഹായിക്കുന്നവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. റമളാനിന്റെ 29-ാം രാവ് അർഹമുറാഹിമായ റബ്ബ് ലക്ഷോപിലക്ഷം ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ. പടച്ച തമ്പുരാനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളുടെയും സർവദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ നോമ്പിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പരിഹരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പരിഹരിച്ച് പുറത്തു തരണം റഹ്മാനെ. അർഹമുറാഹിമേ, നിന്റെ ലക്ഷോപിലക്ഷം ജനങ്ങൾ ഇവിടെ കൊണ്ടോട്ടിയിൽ മാത്രമല്ല ഈ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും ലക്ഷോപിലക്ഷം ജനങ്ങൾ ഈ സമയത്ത്
നിനക്ക് നോമ്പ് നോറ്റ്, നിനക്ക് നിസ്കരിച്ച്, നിന്നോട് പ്രാർത്ഥിച്ച് ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി നിൽക്കുന്നവരുണ്ട്, ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെ ഇബാദത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇബാദത്ത് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ സർവ്വദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ.